നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ഗ്ലോ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ആ ഒരു ഇൻഗ്രീഡിയന്റ് ഏതാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്ത് ഇപ്പം സൂര്യപ്രകാശമൊക്കെ ഏറ്റ് നല്ല ടാൻ ഒക്കെ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കിൻ ഒന്ന് സ്മൂത്തനായിട്ട് കിട്ടണം, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയന്റ് മാത്രം മതി കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള തൈരാണ് കേട്ടോ. ഈ തൈര് എങ്ങനെയാണ് ഓയിലി സ്കിന്നുകാരും അതുപോലെ ഡ്രൈ സ്കിന്നുകാരും ഒക്കെ ഉപയോഗിക്കേണ്ടതും, അതെങ്ങനെയാണ് നമ്മുടെ ഗ്ലോ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും, എങ്ങനെ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ തൈര് എന്ന് പറയുന്നത് ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ആണ്. ഇതൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യും. അപ്പൊ ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഗ്ലോ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ടും ഇൻഫ്ലമേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ തൈര് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നിസ്സാരക്കാരനല്ല, നമ്മുടെ വീട്ടിലുള്ള ഈ ചെറിയൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മൾ വില കൂടിയിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ഈ തൈര് ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷെ ഈ തൈര് എന്തിന്റെയൊക്കെ കൂടെ ഉപയോഗിക്കാം, ഓയിലി സ്കിന്നുകാർക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഡ്രൈ സ്കിന്നുകാർക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് അത് ഉപയോഗിച്ച് കറക്റ്റ് റിസൾട്ട് കിട്ടേണ്ടതെന്നൊക്കെ കേട്ടോ പറയുന്നത്. ചിലർക്ക് തൈര് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് ചില ഇറിറ്റേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ചിലർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്, ചിലർക്ക് കുരുക്കൾ വരുന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാതെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ കേട് നിങ്ങൾക്ക് തൈര് നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് അവരുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒരു മോയ്സ്ചറൈസിങ്, ഒരു ഹൈഡ്രേറ്റ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കടലമാവോ അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലൊരു മാസ്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം. അത് അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ട് ഈ പാക്ക് കൊണ്ട് ഹെൽപ്പ് ആവത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഓയിലി സ്കിന്നുകാരെ എന്തെങ്കിലും ഒരു അതുപോലെ കടലമാവോ മുൾട്ടാണി മിട്ടിയോ ചേർത്ത് ഉപയോഗിക്കുക. ഇനി വേറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കുകളാണ്. അത് എങ്ങനെ ഉപയോഗിക്കണോ എന്നുള്ളതാണ് കേട്ടോ ഇനി പറയുന്നത്. അതായത് നമുക്ക് കേടിന്റെ കൂടെ കുക്കുംബർ നമുക്ക് അരച്ച് മിക്സ് ചെയ്ത് പാക്കായിട്ട് ഉപയോഗിക്കാം. ഇത് നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് കേട് അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇനി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് കേട് വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബേസ്, അതായത് കടലമാവും കൂടെ മിക്സ് ചെയ്യാവുന്നതാണ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ കൊഴുപ്പ് മാറ്റിയ ഫാറ്റ് മാറ്റിയിട്ടുള്ള കേട്, അതായത് അത് നമ്മൾ മോര് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനായിട്ട്, അല്ലാതെ തൈര് അതുപോലെ ഫാറ്റോട് കൂടി എടുക്കരുത്. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ചൊറിച്ചില് അതുപോലെ ആക്നെയൊക്കെ വരാനായിട്ട് കാരണമാവുന്നത്. അപ്പൊ നമ്മൾ ഫാറ്റ് മാറ്റിയിട്ടുള്ള മോരാണ് നമ്മൾ ഓയിലി സ്കിന്നുകാര് ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത പാക്ക് എന്ന് പറയുന്നത് കേടും അതുപോലെ തന്നെ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് കേട്ടോ. ഇത് ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ലൊരു ഗ്ലോ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാക്കാണ്, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് കേർഡ് പ്ലസ് പപ്പായ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇപ്പൊ ഓണമൊക്കെ വരികയാണ്, അതുപോലുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, നല്ലൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേർഡിന്റെ കൂടെ പപ്പായയുടെ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നവരെ 10 to 15 മിനിറ്റ്സ്. എപ്പോഴാണോ നമ്മുടെ മുഖത്ത് ഉണങ്ങി ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഔട്ട് ആവണ്ട, അത് ഒരു മുക്കാൽ പരുവത്തിൽ ഉണങ്ങി വരുന്ന അപ്പൊ നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. കഴുകി കളഞ്ഞതിന് ശേഷം ഏത് നമ്മൾ ഈ പാക്കുകൾ ഇട്ടാലും കഴുകി കളഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ മോയ്സ്ചർ അവിടെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യുക, പാക്കുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാക്ക് അപ്ലൈ ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇതിൽ പറയുന്ന എല്ലാ പാക്കും ഉപയോഗിക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുകാരാകുമ്പോൾ ഫാറ്റ് മാറ്റിയിട്ടുള്ള
മോരാണ് ഉപയോഗിക്കേണ്ടത്. ഡ്രൈ സ്കിന്നുകാർക്ക് കേർഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പാക്കുകളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എല്ലാ ദിവസവും ആഴ്ചയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒന്നല്ലെങ്കിൽ 2 ദിവസം മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തലേന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് അപ്ലൈ ചെയ്തതിന് ശേഷം, ഈ മാസ്ക് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം പിറ്റേ ദിവസം ഒരു സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് സഹായിക്കും.